MS അനീഷ് കുമാറുമാണ് നിലമ്പൂരിൽ നിന്ന് സമഗ്ര ഉപതെരഞ്ഞെടുപ്പ് ചിത്രവുമായി നമുക്കൊപ്പം ചേർന്നത്. സർക്കാർ വിരുദ്ധ പ്രചാരണം നിറഞ്ഞു നിൽക്കേണ്ട തെരഞ്ഞെടുപ്പ് വേദികളിൽ അൻവർ വിഷയം മാത്രം ചർച്ച ചെയ്യപ്പെടുന്നതിൽ പ്രതിപക്ഷ ചേരിയിൽ അതൃപ്തി പുകയുകയാണ്. പ്രചാരണത്തിന് ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കുമ്പോഴും അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലേക്ക് നേതൃത്വം വഴുതി വീഴുകയാണെന്നാണ് വിമർശനം. മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരായ SFIO കുറ്റപത്രത്തിലെ ഗുരുതര പരാമർശങ്ങൾ, ലഹരി വ്യാപനത്തെ തുടർന്ന് കേരളം നടുങ്ങിയ കൂട്ടക്കൊലപാതക പരമ്പരകൾ, തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ആഭ്യന്തര വകുപ്പിനെ സംശയനിഴലിൽ നിർത്തിയ ADGP MR അജിത് കുമാറിന്റെ വിവാദ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും IPS ലോബിയെയും കടന്നാക്രമിച്ച് ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച PV അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കുടിശ്ശിക, എങ്ങുമെത്താതെ തുടരുന്ന ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം, ആശങ്കയ്ക്ക് വഴി തുറന്ന് രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറിയ സാഹചര്യം, മലയോര കർഷകരെ ആശങ്കയിലാക്കിയ വന്യജീവി ആക്രമണവും കൃഷിനാശവും, ഏറ്റവും ഒടുവിൽ മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നു വീണതുൾപ്പെടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ആയുധങ്ങൾ ഒരുപാട് കൈവശമുള്ളപ്പോഴും വിവാദങ്ങളും പ്രതികരണങ്ങളും വിശദീകരണങ്ങളും അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം മാറിയെന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് ഉൾപ്പെടെയുള്ള UDFിലെ പ്രധാന ഘടകകക്ഷികളുടെയും വിലയിരുത്തൽ. അൻവർ അടഞ്ഞ അധ്യായമെന്ന് നേതൃത്വം ആവർത്തിക്കുമ്പോഴും ആ അധ്യായത്തെക്കുറിച്ച് തുടർച്ചയായി പറയേണ്ടി വരുന്നു എന്നതാണ് വൈരുദ്ധ്യം. നടക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സെമി ഫൈനലായി വിശേഷിക്കപ്പെടുന്ന ഈ വിധിയെഴുത്ത് ഇടത് സർക്കാരിന്റെ തുടർ ഭരണ സാധ്യതകളുടെ ഭാവി നിർണ്ണയിക്കുമെന്നതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് നടക്കും. ഡൽഹിയിലാണ് യോഗം ചേരുക. പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. PB, CC അംഗങ്ങളുടെ ചുമതല നിശ്ചയിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തും. കേരളത്തിലും ബംഗാളിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും യോഗം ചർച്ച ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് വേഗം മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.